بسم الله الرحمن الرحيم. ശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് അള്ളാഹു നിരവധി അനവധി അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിട്ടുണ്ട് എന്നാണ്. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം കൃത്യമായി നന്ദി രേഖപ്പെടുത്തേണ്ട ബാധ്യത മനുഷ്യരായ നമുക്കുണ്ടെന്നും വിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നിരവധി അനവധി അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളൊന്നും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല എന്നും ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹ്, നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളൊന്ന് എണ്ണി നോക്കണം, നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട വലിയ ഒരു അനുഗ്രഹം വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നു. والبدن جعلناها لكم من شعائر الله. والبدن ഒട്ടകം ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്, നാം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമാണ് ഈ ഒട്ടകം, മൃഗം. ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്കതിൽ നന്മയുണ്ട്. ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ്, നിരനിരയായി നിങ്ങൾ അതിനെ അറുക്കാൻ വേണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം. ഫൈദാ വജബതു ജുനൂബുഹാ ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ. ഫൈദാ വജബതു ജുനൂബുഹാ, നിങ്ങൾക്ക് അറവ് നിർബന്ധമായി നിങ്ങൾ അറുത്തു കഴിഞ്ഞാൽ ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് ഒരൽപ്പം ഭക്ഷിക്കുക. വഅത്ഇമുൽ ഖാനിയ, സാധുക്കളായ ആളുകൾക്ക് നിങ്ങൾക്ക് അത് ഭക്ഷിക്കാൻ കൊടുക്കുക. വൽ മുഅ്തർ, ചില നിർബന്ധ സാഹചര്യങ്ങളിൽ വന്നുപെട്ടവർക്കും നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കുക. കദാലിക സഖർനാഹാ ലക്കും ലഅല്ലകും തഷ്കുറൂൻ. അങ്ങനെ നിങ്ങൾ അറക്കാൻ പോകുമ്പോൾ ഈ മൃഗങ്ങൾ നിങ്ങളെ ഇടങ്ങേറാക്കൊന്നുമില്ല. കദാലിക സഖർനാഹാ, ഈ മൃഗങ്ങളെ നമ്മളെക്കാൾ ബലിഷ്ഠവും നല്ല ആരോഗ്യവാന്മാരുമായ നല്ല ഒന്നാന്തരം ഒട്ടകങ്ങൾ, പോത്തുകൾ, മൃഗങ്ങൾ, അതൊക്കെ നമ്മളെക്കാൾ ആരോഗ്യമുള്ളവയാണെങ്കിലും അല്ല പറയാണ് സഖർനാഹാ, നിങ്ങൾക്ക് നാം അത് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയെന്നറിയോ? അവിടെയാണ് ചോദ്യം. എന്തിനു വേണ്ടിയാണ് ഈ ബലിമൃഗത്തെ ഇങ്ങനെ അറുക്കുവാനും ഒരു ദിവസത്തിൽ അല്ലാഹു അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിപ്പിക്കാനുമുള്ള കാരണം അല്ലാഹു വ്യക്തമായിട്ട് പറയുന്നു. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടി. അത്രേ ഉള്ളൂ അതിന്റെ മറുപടി. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. നിഅമത്തുകൾ യഥേഷ്ടം അല്ലാഹു ഇങ്ങോട്ട് തന്നിട്ട് അല്ലാഹു പറയുന്നു നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ്, മാ അമില ആദമിയ്യും മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹ് മിൻ ഇഹ്റാഖി ദമിൻ വഇന്നഹു ലയഅതി യൗമൽ ഖിയാമ. മാ അമില ആദമിയ്യുൻ മിൻ അമലിൻ യൗമൻ നഹരി, വലിയ പെരുന്നാൾ ദിവസത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതെന്നറിയുമോ? മിൻ ഇഹ്റാഖി ദം, അത് മൃഗത്തെ അറുത്തു കൊടുക്കലാണ്. വഇന്നഹു ലയഅതി യൗമൽ ഖിയാമ ഫീ ഫർസിഹി ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅദ്ലാഫിഹാ, അതിന്റെ രോമങ്ങളും അതിന്റെ എല്ലുകളും അതിന്റെ കുളമ്പുകളും അതിന്റെ അവയവങ്ങളുമായി ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് അനുകൂല സാക്ഷിയുമായിട്ട് ആ മൃഗം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, വളരെ പ്രതിഫലമുള്ള കാര്യമാണ് ഉളുഹിയ്യത്ത്. ആ ഉളുഹിയ്യത്തിന്റെ മൃഗത്തിന്റെ അറവയുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് വരേണ്ട സമയമായി. വലിയ പെരുന്നാൾ ദിവസത്തിന്റെ തലേ ദിവസം ഒരു പോത്തിനെ വാങ്ങി പെട്ടെന്ന് അറുക്കാൻ കൊടുത്തു. അതൊരു ഉളുഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടാൻ സാധ്യത കുറവാണ്. അറവ നടത്തിയതിന്റെ കൂലികൾ കിട്ടുമെങ്കിലും അറവ എന്ന് പറയുന്നത് നമ്മൾ മൃഗവുമായിട്ടൊരു ആത്മബന്ധം സൃഷ്ടിച്ച് അതിന് നേരത്തെ വാങ്ങി അതിന് വെള്ളം കൊടുത്ത് അതിനെ പോറ്റി ഒരു മകനെ പോലെ നോക്കി, അങ്ങനെ ആ ഒരു സ്നേഹബന്ധത്തിന്റെ മുന്നിൽ അറവ കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു. ഒരു വലിയ പരീക്ഷണം.
സ്വന്തം മകനെ അറുത്തു കൊടുക്കാൻ സ്വപ്നം കണ്ടു. സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിച്ചില്ല. തന്റെ കരളിന്റെ കഷ്ണമായി കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോനെ കൊണ്ടുപോവാണ് അറക്കാൻ. ആ അറക്കാൻ ഒരുങ്ങുന്ന മനസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നേരത്തെ അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങണം, അള്ളാഹുവിന് വേണ്ടി. ആ പ്രതീകാത്മകമായിട്ടുള്ള അറവയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മൃഗത്തിന്റെ വലിപ്പമോ മൃഗത്തിന്റെ കൊഴുപ്പോ, പെരുമ്പാവൂരുകാര് നല്ല മുന്തി ഇനം പോത്തിനെ വാങ്ങിയിട്ട് 500-600 കിലോയുള്ള പോത്തിനെ വാങ്ങി നല്ല ജല്ലിക്കെട്ട് കാളേനെയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കും. ഞങ്ങളുടെ പള്ളിയിലാണ് ഏറ്റവും വലിയ പോത്ത്, ഞങ്ങളുടെ പള്ളിയിലാണ് ഏറ്റവും വലിയ കാള. അള്ളാന്റെ റസൂല്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ പറയുന്നുണ്ട്, അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ മാംസങ്ങളോ നിങ്ങൾ ചിന്തുന്ന രക്തങ്ങളോ അല്ല അള്ളാഹുവിനെത്തുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള ഖൽബിന്റെ ഉള്ളിലുള്ള തഖ്വയാണ്. നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ്. എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അറവ മൃഗത്തെ അറുത്തു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറയുന്നു, കാന ഹാത്തിം, ഹാത്തിം എന്നവർ, അബൂ ഹാത്തിം എന്നവർ കടം വാങ്ങിയിട്ട് ഉദ്ഹിയ്യത്ത് അറുത്തു കൊടുക്കുമായിരുന്നു. ആശൊന്നുമില്ല അബൂ ഹാത്തിമിൽ, എന്നാലും കടം വാങ്ങും, കടം വാങ്ങിയിട്ട് ഉദ്ഹിയ്യത്ത് അറുക്കും. ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ കടം വാങ്ങുന്നത്? കടം വാങ്ങിയിട്ട് നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കേണ്ട കാര്യമില്ലല്ലോ അബൂ ഹാത്തിം. അപ്പൊ പറഞ്ഞു, അള്ളാഹു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നി സമീഅതുല്ലാഹ യഖൂൽ, അള്ളാഹു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്കതിൽ നന്മയുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതിൽ നന്മയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കടമല്ല എന്റെ വലുത്, അത് ഞാൻ മെല്ലെ വീട്ടിക്കോളാം. എന്റെ പ്രധാനപ്പെട്ട വിഷയം അന്നത്തെ ദിവസത്തെ അള്ളാഹുവിന്റെ പ്രീതിയും ഇഷ്ടവുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പ്രകാശിപ്പിച്ചില്ല എങ്കിൽ അത് ഗുരുതരമായ അപകടമാണ്. ഉദ്ഹിയ്യത്തിന്റെ പൈസ ഉള്ളവർ ആ ഉദ്ഹിയ്യവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾക്ക് മുഴുകാതെ ആ പൈസ നിങ്ങൾ വേറെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചാൽ അത് ഗുണപ്പെടുകയില്ല, അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവില്ല. വലിയ വിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മഹാന്മാരിത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, قال يصبح على كل سلامة من أحدكم صدقة, كل سلامة من أحدكم صدقة, നിങ്ങളുടെ എല്ലാ ജോയിന്റുകൾക്കും നിങ്ങൾക്ക് സ്വതക്കയുണ്ട്. നമ്മുടെ ശരീരത്തിൽ 360 ജോയിന്റുകൾ ഉണ്ടെന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇടങ്ങേറാവുന്നത് മുട്ടുവേദന. കൂടുതൽ ആളുകൾ മുട്ടുവേദനയാണ്. എന്താ ബുദ്ധിമുട്ട്? നിസ്കരിക്കാൻ കസേര നിസ്കാരത്തിന്റെ വിഷയം വരുമ്പോൾ തന്നെ മുട്ടുവേദന, മുട്ടുവേദന ഇല്ലെങ്കിൽ നടുവേദന, ജോയിന്റുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ബെൻഡ് ആവുന്നില്ല എന്നാണ് പ്രശ്നം. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയണത് ബോഡി വെയിറ്റ് കൂടിയിട്ടാണ് നിങ്ങൾ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ബോഡി വെയിറ്റ് കൂടുന്നതല്ലാതെ തന്നെ മുട്ടുവേദനയും പ്രയാസങ്ങളൊക്കെ ധാരാളം ആളുകൾക്ക് വരുന്നുണ്ട്. കാരണം ഒരു ഭൗതികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കാരണവന്മാർ ചെയ്യുന്നത് പോലുള്ള പണികൾ നമ്മൾ മണ്ണിൽ ചവിട്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മണ്ണിൽ ചവിട്ടുമ്പോൾ തന്നെ നമ്മുടെ പകുതി അസുഖം മാറും. ആകെ മണ്ണ് നമ്മൾ ഇനിയിപ്പോൾ മുട്ടാൻ പോകുന്നത് കബറിൽ കൊണ്ടുവയ്ക്കുമ്പോഴാണ്. അല്ലാതെ മണ്ണുമായിട്ടുള്ള ബന്ധമൊക്കെ പോയി. വീടിന്റെ മുമ്പ് ഫുള്ള് ടൈലായി, മാർബിളായി, റോഡിലിറങ്ങിയാൽ വിശാലമായ റോഡായി, വയലുകളൊന്നുമില്ല, എല്ലാം മൂടി. അങ്ങനെ ഒരു ഭൗതികമായിട്ട് രോഗങ്ങൾ പെരുകും. നമ്മൾ കേട്ടില്ലേ, പേര് പോലും അറിയാത്ത രോഗങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമല്ലെന്ന് നമുക്കറിയില്ല. ഏതായാലും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖ അലാ കുല്ലി സുലാമാ, നിങ്ങളുടെ ശരീരത്തിൽ 250 മുതൽ 360ഓളം ജോയിന്റുകൾ ഉണ്ട്. കൈയുടെ വിരലുകൾ, കൈമുട്ട്, തോളുകൾ, കഴുത്ത്, നിന്റെ കാൽമുട്ട്, കാൽ വിരലുകൾ, അങ്ങനെ നിന്റെ നടുവടങ്ങിയ നിന്റെ ശരീരത്തിന്റെ ജോയിന്റുകൾ. ആ ജോയിന്റുകൾക്ക് അല്ലാഹുവിന്റെ റസൂല് പറയാ, ഓരോ ജോയിന്റിനും നീ സദഖ കൊടുക്കേണ്ടതുണ്ട്. സദഖ കൊടുത്തില്ലെങ്കിൽ അത് പ്രവർത്തിക്കൂല. ഓരോ ജോയിന്റുകൾക്കും നീ ഹദിയ കൊടുക്കണം. എന്ത് കൊടുക്കണമെന്ന് നീ തീരുമാനിക്കണം. നിന്റെ ജോയിന്റുകൾ പ്രവർത്തിക്കണമെങ്കിൽ നീ ഹദിയ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു,
ഒരുവന് ഹദിയ കൊടുക്കാനില്ല. എന്നാലോ കുല്ലു തസ്ബീഹത്തിൻ സദഖ, എല്ലാ തസ്ബീഹും സദഖയാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് സദഖയാണ്. വഅംറും ബിൽ മഅറൂഫി സദഖ, നന്മ കൊണ്ട് കൽപ്പിക്കൽ സദഖയാണ്. വനഹിയൻ അനിൽ മുൻകരി, തിന്മയോ വിരോധിക്കലും സദഖയാണ്. വയുജ്സിഉ മിൻ ദാലിക്, ഇതെല്ലാത്തിനും പകരം മതിയാകുന്നതാണ് റക്അത്താൻ യർകഉഹുമാ മിനൽ ളുഹാ, നീ 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ ഈ 360 ജോയിന്റുകൾക്കും പകരമുള്ള സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റക്അത്ത് ളുഹാ നിസ്കാരം ഹനഫി മദ്ഹബുകാർക്ക് അത് വാജിബും കൂടിയാണ്. നമുക്ക് എന്റെ പൊന്നാര ഹബീബിങ്ങളെ ഈ സ്വതക്കകളും ഈ ദിക്റും സ്വലാത്തും പോയിട്ട് ദിക്ർ ഹൽക്ക വെച്ചാൽ നമുക്ക് ഇവിടെ വരാനാളില്ല, ഒരു ഹദ്ദാദിന് വരാൻ ആളില്ല, പുറത്തുനിന്ന് സംസാരിക്കും. പക്ഷെ ഈ ദിക്റുകൾക്കൊന്നും നിസ്കാര ശേഷമുള്ള 33 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ നമുക്ക് നേരമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ രോഗിയാവാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ രോഗമുണ്ടാകാതിരിക്കുക? നിന്റെ നാവ് കൊണ്ട് നീ ചെല്ലുന്ന ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്മീദുകൾ, ഇതെല്ലാം നിന്റെ ശരീരത്തിന് വേണ്ടിയിട്ട് അനങ്ങുന്ന അനക്കത്തിന്, നടങ്ങുന്നതിന്, ഇരിക്കുന്നതിന്. ഇതിന്റെയൊക്കെ വില അറിയണമെങ്കിൽ ആ പീസ് വാലിയിൽ പോയി നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അത്യാസന്ന നിലയിലുള്ള ഹോസ്പിറ്റലുകളിൽ പോയി നോക്കണം. അനങ്ങാൻ പറ്റാതെ സ്ട്രോക്ക് വന്ന് ഞരമ്പിൽ ചെറിയ ബ്ലോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നുപോയി കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ ചെന്ന് നോക്കിയിട്ട് പറയണം. അവസാനം അത് വന്നിട്ട് ഞാൻ ഈ പറയുന്ന ആള് സുരക്ഷിതനല്ല, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാ. വെറുതെ ടൈം വേസ്റ്റ് ആക്കി കളയരുത്. എല്ലാ സമയവും ദിക്റും സ്വലാത്തും നിസ്കാരം ഞാനും നിങ്ങൾ ഒഴിവാക്കരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2 റക്അത്ത് ളുഹാ നിസ്കാരം, സുബൈ നിസ്കാരം കഴിഞ്ഞ് ഒരു കുന്തം അളവിൽ ഒരു 20 നിസ്കാരം, സുബൈ നിസ്കാരം കഴിഞ്ഞ് ഫജ്ർ സാദിഖ് ഉദിച്ച് സൂര്യൻ ഉദിച്ച് ഒരു കുന്തം ഉയർന്നു. ഒരു കുന്തം ഉയർന്ന അളവിൽ കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ്, സൂര്യൻ ഉദിച്ചു 25 മിനിറ്റ് അര മണിക്കൂർ കഴിഞ്ഞാൽ ളുഹായുടെ ടൈം ആരംഭിച്ചു. 2 റക്അത്ത് മതിയല്ലോ. നമ്മളെ ശരീരത്തിന് കുളിരാണ്, ആരോഗ്യമാണ്. മാത്രമല്ല തജ്ലിബുർ റിസ്ഖ, നിനക്ക് വേണ്ടിയുള്ള റിസ്ഖും ഭക്ഷണവും അത് വലിച്ചു കൊണ്ടുവരുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് ഞാൻ ഈ പറയുന്ന കാര്യം. ഇബ്നു ജൗസി തന്റെ കശ്ഫിൽ മുശക്കൽ മിനസ് സ്വഹീഹൈനി എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ജൗസി തങ്ങൾ പറയുന്നുണ്ട്, യംബഗി ലിൽ ഇൻസാൻ, മനുഷ്യ നിനക്ക് അനിവാര്യമാണ്, നീ രോഗിയാണെന്ന് പറഞ്ഞ് നീ ഖേദിക്കലല്ല, നീ ദുആ ചെയ്യാനായി പള്ളിയിലെ ഉസ്താദിനോടും കമ്മിറ്റിക്കും പൈസ കൊടുക്കലല്ല. യംബഗി ലിൽ ഇൻസാൻ, മനുഷ്യ നിനക്ക് അനിവാര്യമാണ് അയ്യജ്തഹിദ കുല്ല യൗമിൻ, നീ എല്ലാ ദിവസവും പരിശ്രമിക്കണേ. സുഖം വരുമ്പോഴല്ല മനുഷ്യരെ ഹോസ്പിറ്റലോടി പോകേണ്ടത്, നീ എല്ലാ ദിവസവും ചില കാര്യങ്ങൾ പതിവാക്ക്. അയ്യഅതിയ മിൻ അഫ്ആലിൽ ഖൈർ, നന്മകൾ നീ ചെയ്യ ബിമിഖ്ദാരി ദാലികൽ അദദി, 360 ജോയിന്റുകളുണ്ടോ? ശരീരത്തിൽ നടക്കാൻ കഴിയുന്നുണ്ടോ? നിനക്ക് ആരോഗ്യമുണ്ടോ? അതിന്റെ അളവനുസരിച്ച് നീ നന്മകൾ ചെയ്യ്. ആ നന്മകൾ ചെയ്യാൻ നിനക്ക് കഴിയില്ലെങ്കിൽ സബ്ബിഹ്, നീ സുബ്ഹാനല്ലാഹ് എന്നെങ്കിലും ഒന്ന് പറ. ഔ ഖറഅ ഹാദൽ മിഖ്ദാരി അലാ അന്ന സ്വലാത റകഅതൈൻ, അല്ലെങ്കിൽ 2 റകഅത്തെങ്കിലും നീ നിസ്കരിക്ക്. ഇന്നിദാ ഖാമ വഖഅദ വറകഅ ഫസജദ ഫഖദ് ശകറ ബികുല്ലിൽ അളാ, നീ നിൽക്കുമ്പോ, നീ കുനിയുമ്പോ, നീ അല്ലാഹു നിനക്ക് തന്ന ജോയിന്റുകൾക്ക് പകരം നീ റുക്കൂഇൽ പോകുമ്പോ, നീ സുജൂദിൽ പോകുമ്പോ, നീ ഇഅ്തിദാൽ ചെയ്യുമ്പോ, നിന്റെ ശരീരങ്ങളുടെ ജോയിന്റുകൾക്കുള്ള സ്വതക്ക അതങ്ങനെയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് പ്രകാരം ബഹുമാനപ്പെട്ട ഇബ്നു ജൗസി തങ്ങൾ പറയുകയാണ്. നമുക്ക് നേരമുണ്ടോ സഹോദരങ്ങളെ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ സമ്പത്തിന് നന്ദി കാണിക്കണം. എങ്ങനെ? സ്വതക്ക ചെയ്തുകൊണ്ട്.
ആരോഗ്യം നിനക്ക് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യത്തിന് പകരം നിനക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. എങ്ങനെ? ഇബാദത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്. സംസാരിക്കാൻ നിനക്ക് നാവിന് ശേഷി തന്ന അല്ലാഹ്, ആ അള്ളാഹുവിന് നിനക്ക് നന്ദി കാണിക്കേണ്ടത് എന്താ? ഭൗതിക സംസാരം കുറച്ചിട്ട് നീ ആത്മീയമായ ദിക്റുകൾ അധികരിക്കും. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോണ എന്നറിയാവോ? നാക്ക് കുഴയും. ലാസ്റ്റ് ടൈമിലാവുമ്പോ അള്ളാഹു, നിങ്ങൾ പല ആൾക്കാരെയും കണ്ടിട്ടില്ലേ കുഴഞ്ഞു കിടക്കണം? ഒരുപാട് ദിക്റ് ചൊല്ലുന്ന മഹാന്മാര്, അവര് ശരീരം മുഴുവനും തളർന്നാലും അവരെ നാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ. ഈ അടുത്ത് മരണപ്പെട്ടു പോയ നമ്മുടെ ചുറ്റും എത്രയോ ആലിമീങ്ങൾ, അവർക്ക് ശരീരത്തിന് ബാധിച്ചിട്ടും നാവിന് ബാധിച്ചില്ല എന്നാണ്, അവര് മുഖത്തിന് ബാധിച്ചില്ല. ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഭയങ്കരം. നമ്മുടെ നാവുകൾ ഭൗതികമായ സംസാരങ്ങൾ ഏറിയപ്പോ മരണം മോശമായല്ലോ, മരണം മോശമായല്ലോ. അതുകൊണ്ട് റബ്ബ് സമ്പത്ത് തന്നിട്ടുണ്ട്, ഉളുഹിയ്യത്ത് അറുക്കാൻ നിനക്ക് കഴിവുണ്ട്. എന്നിട്ട് നീ ഉളുഹിയ്യത്ത് അറുത്തില്ലെങ്കിൽ ആ സമ്പത്ത് നിനക്ക് ഉപകാരപ്പെടൂല. ഉപകാരപ്പെടൂലെന്ന് ഇത് ഞാൻ പറയണല്ല, വിശുദ്ധമായ ഖുർആന്റെ ഒരു ആയത്തോടെ നിങ്ങൾ കേട്ടെ. الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا. عذابا مهينا. ചില ആളുകളുണ്ട് യബ്ഖലൂൻ, അവർ കൊടും പിശുക്കരാണ്. അവർ 10 പൈസ ചെലവഴിക്കൂല. അവന്റെ ആവശ്യങ്ങൾക്ക് അവൻ ഒരുപാട് പൈസ വാങ്ങി വിതറും. പക്ഷേ അവന്റെ ദീനിന്റെ പേരിലോ ആത്മീയതയുടെ പേരിലോ 10 പൈസ അവൻ മുടക്കൂല. മാത്രമല്ല അവൻ കൊടുക്കൂല എന്ന് മാത്രമല്ല, ഖുർആനാണ് പറയുന്നത് വയഅ്മുറൂന നാസ ബിൽ ബുഖ്ലി. നീ ഉളുഹിയ്യത്തിനുണ്ടോ തവണ? ഇല്ല, ഞാനില്ല. ഞാൻ പറയാൻ കഴിഞ്ഞ ദിവസം കൊടുത്തത്. ഒരുപാട് പേര് ഇറച്ചി കൊടുത്തുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഇറച്ചി അധികം, എനിക്ക് വേറെ പണിയില്ല. ഇങ്ങനെ പറഞ്ഞ് അതിനെ പിന്തിരിപ്പിക്കുന്ന ആളുകൾ, അവരെ പറ്റിയ ഖുർആൻ പറയണേ പിശുക്ക് കൊണ്ട് മറ്റുള്ളവർ മദ്രസ പണിയെടുക്കണം. നീ കാശ് കൊടുത്ത ഈ നിനക്ക് പിരാന്താ, അവിടെ ഇഷ്ടം പോലെ കാശാ, നീ കൊടുക്കൊന്നും വേണ്ട, ഞാനും കൊടുത്തില്ല. കൊടുക്കൂല എന്ന് മാത്രമല്ല, കൊടുക്കുന്നവനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ശുദ്ധമായ ഖുർആൻ എത്ര വ്യക്തമായിട്ടാ പറയുന്നത്. അല്ലാഹു കൊടുത്തതെല്ലാം മറച്ചു വെക്കും. അവൻ കൊടുത്ത നിഅമത്തുകളൊന്നും പുറത്തു പറയൂല. കയ്യിലില്ല എന്ന് പറയും. ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അല്ലാഹു കൊടുത്ത ഔദാര്യങ്ങളെ മറച്ചു വെക്കുന്ന തെമ്മാടിയാണവൻ. അല്ലാഹു പറയുന്നു അവർക്കുണ്ടല്ലോ, അങ്ങനെയുള്ളവന്മാർക്ക് കഠിനമായ അദാബാണ്. കഠിനമായ അദാബെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ മനുഷ്യരെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തും ഉറക്കപ്പറ മഹാനായ മുഹമ്മദ് മുസ്തഫ, അറിയാലോ ആ ഹബീബിനെ എനിക്കും നിങ്ങൾക്കും ചരിത്രം എത്രയോ പറഞ്ഞതാ. ഒരു ഗതിയും പരഗതിയുമില്ല, മിസ്കീനായി ജീവിക്കാൻ ആഗ്രഹിച്ച ആ ഹബീബ് ഉളുഹിയ്യത്തായാൽ കിട്ടുന്ന കാശുകൾ എവിടെയെങ്കിലും ആരെങ്കിലും കൊടുക്കുന്ന ഹദികൾ സ്വരൂക്കൂട്ടി 60ഉം 100ഉം ഒക്കെ അറക്കുമായിരുന്നു എന്ന് കാണാം. ഫാത്തിമ ബീവിയൊക്കെ വിളിക്കും, വാ ഫാത്തിമ, അറക്കു ഫാത്തിമ, ഉളുഹിയ്യത്ത്, നിന്റെ ഉളുഹിയ്യത്ത് കാണാൻ നീയും അവിടെ ഉണ്ടാകണം ഫാത്തിമ എന്ന് മുഹമ്മദ് മുസ്തഫ. എനിക്ക് പറ്റൂല എന്ന് പറയരുത്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ അതിന് പങ്കാളികളാകണം. നമ്മൾ ഒരിക്കലും നമ്മൾ എടോ ബഖീൽ എന്ന് പറഞ്ഞാൽ പിശുക്കൻ. അത് ഉളുഹിയ്യത്തിൽ മാത്രമല്ല, ഏത് കാര്യം പറഞ്ഞാലും അവന്റെ കയ്യിൽ കാശുണ്ടാവൂല. അള്ളാന്റെ അനുഗ്രഹത്തെ നിഷേധിച്ചവനാണ് അവൻ. അള്ളാഹ് അതൊക്കെ പറയാം, എനിക്ക് സൗകര്യമൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ ഇറച്ചി വീട്ടിൽ തന്നെ ഇറച്ചി കൊണ്ടുവന്നിട്ട് കയ്യിൽ ഇനിയിപ്പോ ഇനി ഈ അനുഗ്രഹങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് അവൻ നടക്കുന്നത് വെറും പരമദരിദ്രനായിട്ട്. ബാങ്കിന്റെ അക്കൗണ്ടിൽ കോടാനുകോടികൾ ഉണ്ടായാലും
അവൻ നടക്കുന്നതോ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനെ പോലെ. അവൻ തിന്നുന്നതോ ആവശ്യമുള്ള നല്ല ഭക്ഷണം പോലും വാങ്ങി കഴിക്കില്ല. അവന്റെ വസ്ത്രം കണ്ടാൽ ആ നാട്ടിലെ ഏറ്റവും ദരിദ്രനെ പോലെയാ. ഒരൊറ്റ മനുഷ്യന് 10 പൈസ അവൻ കൊടുക്കൂല, കൊടുക്കാനൊട്ടവൻ സമ്മതിക്കുകയുമില്ല. അവൻ അദാബം മുഹീന, ഒരൊറ്റ കൊല്ലത്തെ ഉളുഹിയ്യത്തിന് പോലും ഉണ്ടാവൂല. അങ്ങനെ ഉണ്ടായാൽ പോലും ഒരു പോത്തിനെ മുഴുവൻ അറുത്തു കൊടുക്കാൻ കഴിവുള്ളവന് 1/7 പങ്കാളിയായിട്ട് അവൻ മാറി നിൽക്കുന്നതാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. ഒരു പോത്ത് അറുത്തു കൊടുക്കാൻ കഴിവുള്ള അത് കൊടുത്തു കൊടുക്കണമെന്ന്. പങ്കാളിയാവാൻ ഒരു കഴിവില്ലാത്തവൻ ഒന്ന് എനിക്ക് 7 ആവാൻ പറ്റൂ, എന്നൊന്ന് ചേർക്കുമെന്ന് ചോദിക്കുന്നവൻ അവസരം കൊടുത്തവനെ കയറ്റി അതിൽ ഭാഗവാക്കാവുക എന്നുള്ളതാണ്. അവിടെ എത്ര മാംസം കൂടി വീടുകളിൽ എത്ര കിട്ടിയെന്നുള്ളതല്ല, എനിക്കതിൽ പങ്കാളിയാകാൻ പറ്റുമോ എന്നാണ്. അതുകൊണ്ട് ബഖീലാകരുത് സഹോദരങ്ങളെ. എനിക്ക് 12,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 15,000 രൂപ കൊടുത്ത് കയറാൻ പറ്റുമെങ്കിൽ നിർബന്ധമായി ഒരു 3,000 രൂപ അപ്പുറം കൂട്ടാനും ഞാൻ തന്നേക്കാട്ടെന്ന് പറഞ്ഞ് കയറണം എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ. ഒരു പെണ്ണിനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നു. ഫഖാലൂ, നബിയേ സവ്വാമാ ഖവ്വാമാ, അവൾ എപ്പോഴും നോമ്പ് നോൽക്കുന്ന പെണ്ണാണ്, എപ്പോഴും നിന്ന് നിസ്കാരമാണ്. തഹജ്ജുദിനും ളുഹായ്ക്കും വിത്റിനും മറ്റും കുറവൊന്നുമില്ല. നിസ്കാരത്തോടും ഖുർആനോത്തും ഭയങ്കര ഇബാദത്താണ്. ഇല്ല അന്ന ഫീഹാ ബുഖ്ല, ചെറിയൊരു കുഴപ്പമുണ്ട് നബിയെ, ഇച്ചിരി പിശുക്കുണ്ട്. ആ ഇബാദത്തിന് പോയ ടോപ്പാണ് അവൾ. എല്ലാരും പറയാം മുഖത്തൊന്നും തുണി മാറ്റൂല, ഫുൾ ടൈം പക്ഷേ അവൾ പിശുക്കിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്തെന്നറിയോ? അവൾക്ക് എന്ത് നന്മയാണുള്ളത്? അവൾ ഇനി എന്തൊക്കെ ചെയ്താലും ബഖീലാണോ? അവൾക്കൊരു നന്മയുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ ഡേഞ്ചറാണ് പിശുക്കെന്ന് പറയുന്ന സ്വഭാവം, വളരെ ഡേഞ്ചറാണ്. ഉള്ള പൈസ ഇല്ല എന്ന് നമ്മൾ സ്വന്തം പറയുമ്പോ അത് ഇല്ലാതാക്കി കളയും. പടച്ചോ, എന്റെ കയ്യിൽ ഒന്നും ഇല്ല കേട്ടോ, ബിസിനസ് ഒക്കെ വളരെ മോശ, നമ്മളങ്ങനെ പറയരുത്. നമുക്ക് ബിസിനസ് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും പബ്ലിക്കിൽ വളരെ ടൈറ്റ് ആട്ടോ, ഭയങ്കര ടൈറ്റാ പറയുന്നത്. ഒരു കല്യാണമൊക്കെ വന്നാ പിന്നെ സുബ്ഹാനല്ലാഹ് യവന്റെ കാര്യത്തിലൊന്നും ഒരു ടൈറ്റ് ഉണ്ടാവൂല. നീ ടൈറ്റ് സാമ്പത്തിക ഇടങ്ങേറാണ് എന്ന് പറയുന്തോറും നീ ഇടുങ്ങയല്ലാതെ നീ വിശാലമാവൂല. ആര് ചോദിച്ചാലും നീ പറഞ്ഞേരെ അൽഹംദുലില്ലാഹ്. ഉളിയത്തിനുണ്ടോ? ഉണ്ട്, അൽഹംദുലില്ലാഹ്. മദ്രസ പണിയുണ്ട്, നീ ഉണ്ടോ? അൽഹംദുലില്ലാഹ്. എന്നെ കൊണ്ടാവണോ ഞാൻ ചെയ്യാം? അൽഹംദുലില്ലാഹ്. റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. വീട്ടിൽ ചിലപ്പോൾ പട്ടിണിയായിരിക്കും. നിന്നെ അല്ലാഹു നിന്നെ നിന്റെ കുടുംബത്തിനെ നീ അറിയാതെ സമ്പന്നനാക്കും. ആളുകൾ ഇപ്പൊ എന്റെ അടുത്തൊന്ന് പറയണോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതെന്നോട് ദുആ ചെയ്യാൻ പറയാനാണ്. ഞാൻ പൊതു സംസാരമായിട്ട് പറയാണ്. ഇപ്പൊ എന്നോട് ഇയാൾ എന്നെ പറ്റിയാണോ പറയുന്നത് ചിന്തിക്കരുത്. ഇതൊരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ബാഹ്യമായിട്ട് നമ്മുടെ സ്വഭാവം, എനിക്ക് ജയില് മതി അല്ലാ, ഈ സുലൈഖാനെ കൊണ്ട് ഞാൻ തോറ്റു അല്ലാ, എനിക്ക് ജയില് മതി അല്ലാ. യൂസുഫ് നബി പറഞ്ഞു 7 കൊല്ലം കിടക്കാനുള്ള യൂസുഫ് നബി അല്ലാഹു 17 കൊല്ലം ഇട്ടു. കിടന്നു കുറച്ചോട്ടെ. ഈ സുലൈഖയുടെ ശല്യത്തെക്കാൾ എനിക്കിഷ്ടം ജയിലാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു ദീർഘിപ്പിച്ച് ജയിലിട്ടു എന്നാണ് നമ്മുടെ സംസാരം. എപ്പോഴും രോഗ, എപ്പോഴും അസുഖ എന്ന് പറയരുതെന്നാണ്. ഒട്ടും വയ്യ, തീരെ സുഖമില്ല, മക്കളൊക്കെ ആകെ മോശമായിട്ടുള്ള. ഒരിക്കലും മക്കളെ ഫ്രണ്ടിൽ വെച്ച് നീ വളരെ മോശാന്ന് പറയരുത്. എന്റെ കുട്ടി നല്ലവനാണെന്ന് എപ്പോഴും പറയണം. അത് കേൾക്കുന്ന കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് നല്ലവനാവുന്ന നമ്മളെ സംസാരം പോലെയാണ് നമ്മുടെ ജീവിതം. അതാണ് അല്ലാഹ് പറയാ, ഗനിയ്യു യാ ഹമീദ്, യാ ഗനിയ്യു യാ ഹമീദ്. മഗ്രിബിന് ശേഷമുള്ള ദുആയിൽ നമ്മൾ പറയുമല്ലോ, അല്ലാഹുമ്മ അഗ്നിനാ മിൻ ഫളിക്, റബ്ബേ നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ സമ്പന്നനാക്കണേ അല്ലാഹ്. ഇത് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. എടോ പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ.
അപ്പുറത്തുള്ള സമ്പന്നന്റെ അത്ര നിനക്ക് വലിയ വിശാലമായ ജീവിത സൗകര്യം ഉണ്ടാവൂല. ഒരിക്കലും നീ നിന്നെക്കാൾ മുകളിലുള്ളവനിലേക്ക് നീ നോക്കരുത്, നിന്നെക്കാൾ ഒരു പിടി താഴെയുള്ളവനിലേക്ക് നീ നോക്കാവൂ. അൽ ഖനാഅതു മിഫ്താഹുർ റാഹാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നിന്നെക്കാൾ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, നിന്നെക്കാൾ രോഗിയായ, നിന്നെക്കാൾ ഇടങ്ങേറുള്ള, ബുദ്ധിമുട്ടുള്ളവനിലേക്ക് നോക്കിയിട്ട് നീ പറയണം അൽഹംദുലില്ലാ, പടച്ചോനെ എനിക്ക് ഇത്ര ചെയ്തു തന്നല്ലോ അല്ലാഹ്. ഭയങ്കര വാക്ക്. അല്ലാഹ് അതിനേക്കാൾ വലിയ ഇഷ്ടമുള്ള കാര്യം വേറെ ഇല്ല. സ്വർഗത്തെ പടച്ച അല്ലാഹ്, ഖലഖല്ലാഹുൽ ജന്ന, പടച്ചോ സ്വർഗത്തെ അങ്ങ് പടച്ചപ്പോ അവന്റെ സ്വന്തം കരം കൊണ്ട് അതിനകത്ത് പുഴകളും നദികളും എല്ലാം അല്ലാഹു ഇങ്ങനെ വിപുലമായിട്ട് സൃഷ്ടിച്ചു. പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറാ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. അങ്ങനെ ഒരു സ്വർഗം അല്ലാഹു ഇങ്ങനെ പടച്ചു വെച്ചിട്ട് അല്ലാഹ് പറയാ, ഇസ്സത്തി വജലാലി, എന്റെ അന്തസ്സിനാലും എന്റെ വളർമയാലും സത്യം, എന്റെ പ്രൗഢിയാലും സത്യം, എന്റെ അന്തസ്സിനാലും ഞാൻ സത്യം ചെയ്തു പറയുന്നു, ലാ യുജാവിസുനി ഫീക ബഖീൽ, പിശുക്കൻ ഈ സ്വർഗത്തോട്ട് കടന്നു വരൂല്ല, പിശുക്കൻ ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുമെന്ന് അല്ലാഹ് പടച്ചു വെച്ചിട്ട് അല്ലാഹ് ആദ്യം പറഞ്ഞ വാക്കാണ്. കരിക്കാത്തവനെന്നോ കള്ളുകുടിക്കുന്നവനൊന്നൊന്നുമല്ല, വലിയ ഡേഞ്ചറാണ് നമ്മുടെ ആ സ്വഭാവം. അതുകൊണ്ട് അള്ളാഹു തന്ന നിഅമത്തുകൾ നിങ്ങളെ തിട്ടപ്പെടുത്ത്. നിങ്ങൾക്ക് എത്ര കാശുണ്ടെന്ന് നിങ്ങൾ സ്വന്തം വിചിന്തനം ചെയ്യും. എന്റെ കയ്യിൽ 10,000 രൂപ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പോൾ 1,00,000 രൂപ ഉണ്ട്, എനിക്കൊരു ഉലഹിയത്തിന് കയറുന്നതിന് തടസ്സമല്ല. നിനക്ക് അള്ളാഹു തന്ന നിഅമത്തിന് ബദൽ നീ അള്ളാഹു നന്ദി കാണിക്കണം, അല്ലെങ്കിൽ അള്ളാഹു ആ അനുഗ്രഹത്തെ മുറിച്ചു കളയും. ഉറപ്പാണ്, ഒരു സംശയവും ഇല്ല. നിനക്ക് ആരോഗ്യമുണ്ടോ? ആരോഗ്യവും ശബ്ദവും ഉള്ളപ്പോ നീ കിടന്ന് മറിയും ബഹളം വെച്ചും നീ സിന്ദാബ വിളിച്ചും നിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉടലല്ല, നീ മറിച്ച് നിന്റെ അള്ളാഹുവിന്റെ മുന്നിൽ നീ കീഴടങ്ങി നിന്റെ ജോയിന്റുകൾക്കും ശരീരങ്ങൾക്കും ആരോഗ്യം തന്ന റബ്ബിനെ വണങ്ങിയ ഇബാദത്തുകൾ അധികരിപ്പിക്കുക, ദിക്ർ സ്വലാത്തൊക്കെ അധികരിപ്പിക്കുക. അള്ളാഹു നിന്നെ കിടത്തൂല്ല. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തേണ്ട ഗതികേട് നിങ്ങൾക്കും എനിക്കും വരൂല്ല. അള്ളാഹു കാക്കുമാറാവട്ടെ. ഉറക്കാമീൻ പറ മനുഷ്യന്മാരെ അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് സ്വന്തം ശരീരത്തിന് ആരോഗ്യം തന്നതിന്റെ പേരിൽ നമ്മൾ ചെയ്യേണ്ടത് നിസ്കാരം, ദിക്ർ, സ്വലാത്ത്, ഇബാദത്ത്. ഞാൻ പറഞ്ഞ ആകത്തുക അത്രയേ ഉള്ളൂ. സമ്പത്ത് തന്നതിന് പകരം നിർബന്ധമായിട്ട് നമ്മൾ ചെലവഴിക്കേണ്ട സക്കാത്ത് കൊടുക്കുക, സ്വതക്ക കൊടുക്കുക. ആ സ്വതക്കതിൽ മഹത്വരമായ സ്വതക്കയാണ് ഉദ്ഹിയ്യത്ത്. അതിനു വേണ്ടി നേരത്തെ ഒരുങ്ങി മൃഗങ്ങളെ പോയി കണ്ട്, അത് അല്ലാഹു വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കൊടുത്ത സമ്പത്തിൽ അവൻ ചെലവഴിക്കുന്നുണ്ടല്ലോ, നല്ല മൃഗത്തെ കൊണ്ടുവന്ന് അതിനെ പരിപാലിച്ച് നോക്കി. നമ്മുടെ മഹലിൽ തന്നെ 2 വർഷം മുമ്പ് വീട്ടിൽ 3-4 മാസം ഒരു പോത്ത് നിർത്തിയിട്ട് അറക്കാൻ വേണ്ടി കൊണ്ടുവന്ന് മൂപ്പരുന്ന് കരയാ. ഞാൻ പൊന്നൂല നോക്കിയ ഉസ്താദ് എന്ന് പറയും. അതൊക്കെ ഒരു ഉദ്ഹിയ്യത്തിന്റെ ഒരു വലിയ മനസ്സാണ്. അങ്ങനെ നമ്മൾ ചെയ്യണം, മുന്നിട്ട് വരണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിലേക്ക് മുന്നിട്ട് വന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സംവിധാനങ്ങൾ അള്ളാഹു നമുക്ക് ദുനിയാവിൽ ഹലാലായ നിലയിൽ ഒരുക്കിത്തരും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.